Now you told me Jesus Christ, peace be upon him, is God. I challenge you to point out a single verse in the Bible, a single unequivocal verse from the Bible, a single unambiguous verse in which Jesus Christ, peace be upon him, himself says that I am God, or where he says worship me and I am ready to accept Christianity. Nowhere in the Bible. So my question is, when Jesus Christ never said he was God, point to be noted is that Jesus Christ never claimed divinity. You are worshipping a false God. I must challenge your doctors of divinity. Anyone who's the best in the world. യേശു ക്രിസ്തു ദൈവമാണെന്ന് യേശു പറഞ്ഞിട്ടുണ്ടോ? ബൈബിളിൽ എവിടെയെങ്കിലും യേശു താൻ ദൈവമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? യേശു ദൈവമാണെന്ന് യേശു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ക്രിസ്ത്യാനിയാകാമെന്നാണ് ഈ മുസ്ലിം പണ്ഡിതൻ ചലഞ്ച് ചെയ്യുന്നത്. ഇദ്ദേഹം സമർത്ഥിക്കുന്നതും ബൈബിളിൽ എവിടെയും യേശു ദൈവമാണെന്ന് പറഞ്ഞിട്ടില്ല, യേശു തന്നെ ആരാധിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. ക്രിസ്ത്യാനികൾ തെറ്റാണ് വിശ്വസിക്കുന്നത്. യേശു ദൈവമല്ല, നിങ്ങൾ ഫോൾസ് ഗോഡിനെയാണ് ആരാധിക്കുന്നത്. ബൈബിൾ അറിയാവുന്ന ലോകത്തിലെ ഏറ്റവും വലിയ പണ്ഡിതനെ തന്നോട് സംവാദിക്കുവാൻ കൊണ്ടുവരുവാൻ അദ്ദേഹം വെല്ലുവിളിക്കുകയാണ്. ഇംഗ്ലീഷ് ബൈബിളിലും ചുവന്ന അക്ഷരത്തിൽ യേശു പറഞ്ഞ വചനങ്ങൾ മാത്രമേ ഞങ്ങൾ വിശ്വസിക്കുകയുള്ളൂ എന്നാണ് ഇവർ പറയുന്നത്. ഇവർ നിരന്തരം പ്രചരിപ്പിക്കുന്നത് ബൈബിൾ തിരുത്തിയെന്നും യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടിട്ടില്ല എന്നും യേശു ക്രിസ്തു ദൈവമല്ല എന്നും പറഞ്ഞ് പ്രചരണം നടത്തുകയാണ്. അങ്ങനെ പറഞ്ഞുവെങ്കിൽ മാത്രമേ അവർക്ക് നിലനിൽപ്പുള്ളൂ. ദൈവവചനത്തിൽ നമുക്ക് നോക്കാം, യേശു ക്രിസ്തു ദൈവമാണെന്ന് ബൈബിൾ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? തന്നെ ആരാധിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? തിരുവചനം എന്താണ് പറയുന്നത്? എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനികൾ യേശു ക്രിസ്തുവിനെ ദൈവമായി ആരാധിക്കുന്നത്? ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ചുവന്ന അക്ഷരത്തിൽ എഴുതിയതും കറുത്ത അക്ഷരത്തിൽ എഴുതിയതും യേശുവിൻ്റെ ശിഷ്യന്മാരാണ്. ബൈബിൾ യേശു എഴുതിയതല്ല. ബൈബിളിലെ എഴുത്തുകാർ എല്ലാം മനുഷ്യരാണ്. പല കാലഘട്ടത്തിൽ നടന്ന കാര്യങ്ങൾ ചരിത്രമായി വള്ളി പുള്ളി തെറ്റാതെ ചരിത്ര സത്യങ്ങൾ അണുവിട വ്യത്യാസമില്ലാതെ അതേപോലെ രേഖപ്പെടുത്തിയിരിക്കുന്നു. എഴുത്തുകാർ അവരുടെ സ്വന്തമായി ഒന്നും എഴുതി ചേർത്തിട്ടില്ല. പരിശുദ്ധാത്മാവിന്റെ നിവേശിതത്താൽ അവർക്ക് കിട്ടിയ വെളിപ്പാടും അതുപോലെ രേഖപ്പെടുത്തിയിരിക്കുന്നു. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാണ്. 2 തിമോത്തി 3:16. തിരുവെഴുത്തുകളൊന്നും പ്രവചനങ്ങളൊന്നും മനുഷ്യന്റെ ഇഷ്ടത്താൽ വന്നതല്ല, ദൈവകൽപ്പനയാൽ മനുഷ്യർ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ച് സംസാരിച്ചതത്രയും. 2 പത്രോസ് 1:20-21. സ്വർഗത്തിൽ നിന്നും നൂൽ കെട്ടിയിറക്കിയതും പിശാച് തൊടാതെ അതുപോലെ മുകളിൽ നിന്ന് സ്വർഗത്തിൽ നിന്ന് ഇറക്കി കൊടുത്തുവെന്നും യജ്ഞകുണ്ഡത്തിൽ നിന്ന് പൊങ്ങി വന്നതോ എന്നൊന്നുമല്ല ബൈബിൾ പഠിപ്പിക്കുന്നത്. യേശു പറഞ്ഞ വാക്കുകളും പ്രവൃത്തികളും യേശുവല്ല എഴുതിയതും. അത് കണ്ണുകൊണ്ട് കണ്ടതും കേട്ടതും അറിഞ്ഞതും അനുഭവിച്ചതുമായ കാര്യങ്ങൾ, വചനങ്ങൾ, സംഭവങ്ങൾ അതുപോലെ രേഖപ്പെടുത്തിയിരിക്കുന്നു. 1 യോഹന്നാൻ 1:2. ബൈബിൾ വിശ്വസിക്കുകയാണെങ്കിൽ മുഴുവൻ തിരുവെഴുത്തുകളും വിശ്വസിക്കണം. ചുവന്നതും കറുത്തതുമായ എഴുത്തുകൾ. നമുക്ക് ആവശ്യമുള്ളത് എടുത്തിട്ട് ബാക്കി കൊള്ളുകയില്ല, സത്യമല്ല എന്ന് പറയുവാൻ കഴിയുകയില്ല. ചുവന്ന അക്ഷരത്തിലുള്ള യേശു പറഞ്ഞ വചനങ്ങൾ എഴുതിയ അതേ അപ്പോസ്തലന്മാരാണ് ബാക്കിയുള്ള മുഴുവൻ പുസ്തകങ്ങളും എഴുതിയതും. എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനികൾ യേശുവിനെ ദൈവമായി ആരാധിക്കുന്നത്? യേശു ദൈവമാണെന്നും യേശു പറഞ്ഞിട്ടുണ്ടോ? ഞാൻ ദൈവമല്ലെന്നും അല്ല ഞാൻ ഒരു മനുഷ്യൻ മാത്രമാണെന്നും പ്രവാചകൻ മാത്രമാണെന്നോ എന്നൊന്നും യേശു എവിടെയും പറഞ്ഞില്ല. എന്നാൽ യേശു ക്രിസ്തു പല പ്രാവശ്യം ആവർത്തിച്ചു പറഞ്ഞു, ഞാൻ ദൈവമാണെന്നും കർത്താവാണെന്നും. യാഹുവേ, അഡോണായി എബ്രായ ഭാഷകളിൽ, ദ ലോർഡ് ഇംഗ്ലീഷിൽ, ക്യൂരിയോസ് ഗ്രീക്കിൽ. യേശു ക്രിസ്തു ദൈവമാണെന്ന് എവിടെയും യേശു പറഞ്ഞിട്ടില്ലെന്ന് വ്യാജപ്രചരണം നടത്തുന്നവർ എത്ര വലിയ ദൈവനിന്ദയാണ് നടത്തുന്നതെന്നറിയാമോ? ഗൂഢമായി ഇവരുടെ ലക്ഷ്യമെന്താണ്? ഈ വ്യാജപ്രചരണത്തിലൂടെ ഇവർ ലക്ഷ്യം വെക്കുന്നത് എന്താണ്? ഇവരുടെ സന്ദേശം കേൾക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ വഞ്ചിക്കപ്പെടുകയാണ്. അവർ വിശ്വസിക്കുന്നത് ഇവർ പറയുന്നത് 100% സത്യമാണെന്നാണ്. പരസ്യമായി ഇവർ ചലഞ്ച് ചെയ്യുകയാണ്. അങ്ങനെ യേശു ദൈവമാണെന്ന് യേശു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികളായിക്കൊള്ളാമെന്നും. ഇതൊക്കെ കേൾക്കുമ്പോൾ ഉറപ്പായും ഇവരെ കേൾക്കുന്നവർ വിശ്വസിക്കുന്നത് ഇവർ പറയുന്നത് 100% ശരിയാണെന്നാണ്. എന്നാൽ വാസ്തവം യാഥാർത്ഥ്യം അതല്ല. തെളിവ് സഹിതം ഇവിടെ തെളിയിക്കാം. തിരുവചനം പറയുന്നു, ചെവിയുള്ളവൻ കേൾക്കട്ടെ. സത്യം മനസ്സിലാക്കി വിശ്വസിക്കുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. യോഹന്നാൻ 10:24. യഹൂദന്മാർ അവനെ വളഞ്ഞു, നീ എത്രത്തോളം ഞങ്ങളെ ആശിപ്പിക്കുന്നു, നീ ക്രിസ്തുവെങ്കിൽ സ്പഷ്ടമായി പറക എന്ന് അവനോട് പറഞ്ഞു. യേശു അവരോട് ഉത്തരം പറഞ്ഞതും, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, എങ്കിലും നിങ്ങൾ വിശ്വസിക്കുന്നില്ല. യോഹന്നാൻ 10:37-38. ഞാൻ എൻ്റെ പിതാവിൻ്റെ പ്രവൃത്തി ചെയ്യുന്നില്ല എങ്കിൽ എന്നെ വിശ്വസിക്കേണ്ട, പ്രവൃത്തിയെ വിശ്വസിപ്പിൻ. യേശു പറയുന്നത് എൻ്റെ പ്രവൃത്തികൾ കണ്ടിട്ട് നിങ്ങൾ പറയുക ഞാൻ ആരാകുന്നു എന്നും. യേശു വ്യക്തമായി പറയുന്നു, ഞാൻ കർത്താവാണ്, ദൈവമാണ് എന്നും.
വായിക്കാം. യോഹന്നാൻ 13:13-14. നിങ്ങൾ എന്നെ ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുന്നു. ഞാൻ അങ്ങനെ ആകൊണ്ടും നിങ്ങൾ പറയുന്നത് ശരി. കർത്താവും ഗുരുവുമായ ഞാൻ. ശ്രദ്ധിക്കുക, യേശു ക്രിസ്തു പറയുകയാണ്, ഞാൻ കർത്താവാണും, ഞാൻ അഡോണായി ആണും, ഞാൻ യാഹുവയാണും, ഞാൻ ഐ ആം ദ ലോർഡ്, ഞാൻ കുരിയോസ് ആണും. യേശു പറയുന്നു, കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ കാൽ കഴുകിയെങ്കിൽ നിങ്ങളും തമ്മിൽ കാൽ കഴുകേണ്ടതാകുന്നു. ചുവന്ന അക്ഷരത്തിൽ യേശു പ്രഖ്യാപിക്കുകയാണ് താൻ ദൈവമാണെന്നും കർത്താവാണെന്നും. നിങ്ങളുടെ തെറ്റിദ്ധാരണ അകറ്റാൻ അനേകം തെളിവുകൾ വെളിപ്പെടുത്താം. യോഹന്നാൻ 1:1 ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. 14 വാക്യം, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്നും ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. ജഡമായി തീർന്ന വചനമാണ്, അഥവാ ദൈവമാണ് ക്രിസ്തു. യേശുവിൻ്റെ ജനനത്തിനും ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ പ്രവാചകന്മാർ മുൻകൂട്ടി പറയുകയും പ്രവചിക്കുകയും ചെയ്തു. സകല ലോകത്തിൻ്റെയും രക്ഷകനായ മശിഹയെക്കുറിച്ചും. തിരുവെഴുത്തിൻ പ്രകാരം യേശു ജനിച്ചു, ജീവിച്ചു, മരിച്ചു, ഉയർത്തെഴുന്നേറ്റും. താൻ മശിഹയാണെന്ന് ദൈവാത്മാവുള്ള എല്ലാവർക്കും മനസ്സിലായി. എന്നാൽ പുരോഹിതന്മാർക്കോ പരീക്ഷന്മാർക്കോ ശാസ്ത്രിമാർക്കോ തത്വജ്ഞാനികൾക്കോ വിവേകികൾക്കോ രാജാക്കന്മാർക്കോ ഗവർണർമാർക്കോ നാടുവാഴികൾക്കോ ഇത് ഗ്രഹിക്കുവാൻ കഴിഞ്ഞില്ല. വചനം പറയുന്നു, ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തി എന്നാണ് തിരുവചനം. മർക്കോസ് 5:7, ലൂക്കോസ് 8:28. ഭൂതഗ്രസ്തനായ മനുഷ്യൻ യേശുവിനെ ദൂരത്ത് നിന്ന് കണ്ടിട്ട് ഓടിച്ചെന്ന് അവനെ ആരാധിച്ചു. അവൻ ഉറക്ക നിലവിളിച്ചു, യേശുവേ, മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര, എനിക്കും നിനക്കും തമ്മിൽ എന്തും. നോക്കണം, ഭൂതങ്ങൾ യേശുവിനെ തിരിച്ചറിഞ്ഞു. പക്ഷേ മനുഷ്യൻ ഇപ്പോഴും തലപുകയ്ക്കുകയാണ്, വ്യാജം പ്രചരിപ്പിക്കുകയാണ്, യേശു ദൈവമല്ല എന്ന് തെളിയിക്കുവാൻ. യേശുവിനെ ഒരു നല്ല ഗുരുവായും നവോത്ഥാന നായകനായി, ഒരു നല്ല മനുഷ്യനായി, ഒരു നല്ല ടീച്ചറായിട്ട് അഥവാ ഉപദേഷ്ടാവായിട്ടും മതസ്ഥാപകനാണെന്നും ആരും പറയാത്ത പഠിപ്പിക്കാത്ത ദിവ്യജ്ഞാനിയായും വിപ്ലവകാരിയായും ഒക്കെ പലരും ചിത്രീകരിക്കുന്നു. എന്നാൽ എന്താണ് യാഥാർത്ഥ്യം? പല ഗുരുക്കന്മാരുടെയും മഹാന്മാരുടെയും മനുഷ്യ ദൈവങ്ങളുടെയും ഉത്തമ മാതൃകയാണെന്ന് വീമ്പിളക്കുന്ന പ്രവാചകന്മാരുടെയും അവതാരങ്ങളുടെയും ജീവിതം നോക്കിയാൽ അനുകരിക്കാൻ പറ്റിയ ഒരു വ്യക്തിയെ നമുക്ക് കണ്ടെത്താൻ പ്രയാസമാണ്. അറപ്പും വെറുപ്പും ഉളവാക്കുന്ന ചരിത്രമാണ് പലരുടേതും. എന്നാൽ ധൈര്യത്തോടെ ചങ്കൂറ്റത്തോടെ നിങ്ങളിൽ എൻ്റെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തുമെന്നരളിയ ഒരേ ഒരുവൻ യേശു ക്രിസ്തു മാത്രമാണ്. മഹാത്മാഗാന്ധിയെ പോലെ ഒരു നല്ല മനുഷ്യനായിരുന്നു യേശു ക്രിസ്തു എന്ന് ഒരു പള്ളിയിലെ പുരോഹിതൻ ഗാന്ധി ജയന്തിക്ക് പ്രസംഗിക്കുന്നത് കേട്ടു. മഹാത്മാഗാന്ധി ഒരു വെള്ളിയാഴ്ച നാഥറാം ഗോഡ്സെയുടെ വെടിയേറ്റ് മരിച്ചു. രാജ്ഘട്ടിലെ ശാന്തിവനത്തിൽ അടക്കി. എന്നാൽ 3-ാം ദിനം ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന സരോജിനി നായിഡു ആ കുഴിമാടത്തിലേക്ക് ഓടി. എന്നാൽ ആ ശ്മശാനം അങ്ങനെ തന്നെ കിടക്കുന്നു. വിങ്ങിക്കരഞ്ഞു, അല്ലയോ മഹാത്മാവേ, അങ്ങ് എന്തുകൊണ്ട് ഉയർത്തെഴുന്നേറ്റില്ല? ഞാൻ വിശ്വസിച്ചു യേശു ക്രിസ്തുവിനെ പോലെ അങ്ങ് ഉയർത്തെഴുന്നേൽക്കുമെന്നും. യേശു ക്രിസ്തു ആരെ, മഹാത്മാഗാന്ധി ആരും? ഉലകത്തിലുള്ള സകല മഹാന്മാരുടെയും കല്ലറ അടഞ്ഞു കിടക്കുമ്പോൾ തുറന്നു കിടക്കുന്ന ഒരേ ഒരു കല്ലറയെ ഉലകത്തിലുള്ളൂ, അത് യേശു ക്രിസ്തുവിൻ്റെ കല്ലറ മാത്രം. യേശുവും ഈ ചോദ്യം തൻ്റെ ശിഷ്യന്മാരോട് ചോദിച്ചു. മത്തായി 16:13. യേശു ഫിലിപ്പിൻ്റെ കൈസരുടെ പ്രദേശത്തെത്തിയ ശേഷം തൻ്റെ ശിഷ്യന്മാരോടും, ജനങ്ങൾ മനുഷ്യപുത്രനെ ആർ എന്ന് പറയുന്നു എന്ന് ചോദിച്ചു. ചിലർ യോഹന്നാൻ സ്നാപകനെന്നും മറ്റു ചിലർ ഏലിയാവെന്നും വേറെ ചിലർ യിരെമ്യാവോ പ്രവാചകന്മാരിൽ ഒരുത്തനോ എന്നും പറയുന്നു എന്ന് പറഞ്ഞു. ശരി, ആളുകൾ പറയുന്നത് അങ്ങനെ. 3.5 വർഷം നിങ്ങൾ എൻ്റെ കൂടെ നടന്നു, കണ്ടു, കേട്ടു, അറിഞ്ഞു, പഠിച്ചു വിരിക്കുന്നു. നിങ്ങളോ എന്നെ എന്ന് പറയുന്നു എന്നവൻ ചോദിച്ചതിനും ശിമോൻ പത്രോസ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോടും, ബറിയോന ശിമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളെല്ലാം സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്രയെ നിനക്ക് ഇത് വെളിപ്പെടുത്തിയതും. മുസ്ലിം സഹോദരന്മാർ ചോദിക്കുന്നു, യേശു ദൈവമാണെങ്കിൽ എന്തിനാണ് ക്രൂശിൽ കിടന്ന് നിലവിളിച്ചതും? യേശു പറഞ്ഞില്ലേ, ഞാൻ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടത്താലാണ് ഇത് ചെയ്യുന്നതെന്നും? യേശു പറഞ്ഞില്ലേ, എൻ്റെ പിതാവ് എന്നിലും വലിയവനാണെന്നും? പിന്നെ എങ്ങനെ യേശു ദൈവമാകും? പ്രിയപ്പെട്ടവരെയും, ഒരു പക്ഷിയുടെ 2 ചിറകുകൾ എന്ന പോലെയും ഒരു നാണയത്തിന്റെ 2 വശങ്ങൾ എന്നതുപോലെയും യേശു ക്രിസ്തു ഒരു വശത്ത് ദൈവവും മറുവശത്ത് പൂർണ്ണ മനുഷ്യനുമായിരുന്നു. മനുഷ്യനെ പോലെ വിശന്നു, മനുഷ്യനെ പോലെ ദാഹിച്ചു, മനുഷ്യനെ പോലെ കോപിച്ചു, മനുഷ്യനെ പോലെ ഉറങ്ങി, മനുഷ്യനെ പോലെ കരഞ്ഞും ക്ഷീണിച്ചു, തളർന്നു, കരം കൊടുത്തും, ശിഷ്യന്മാരുടെ കാൽ കഴുകി, മനുഷ്യന്റെ കൈകീഴിൽ സ്നാനം സ്വീകരിച്ചു, മാതാപിതാക്കൾക്ക് കീഴ്പ്പെട്ട് അവരെ അനുസരിച്ചു, പരീക്ഷിക്കപ്പെട്ടു, പ്രാർത്ഥിച്ചു. യേശു ഒരു മനുഷ്യനായി സകല മനുഷ്യർക്കും ഉത്തമ മാതൃകയായി
മാതൃകയാകുകയായിരുന്നു. ഒരു വശത്ത് പൂർണ്ണ ദൈവത്തിന്റെ പ്രവൃത്തികൾ, അന്ധന് കാഴ്ച കൊടുത്തും ചെകിടന് കേൾവി കൊടുത്തും ഊമന് സംസാരശേഷി കൊടുത്തു, കുഷ്ഠരോഗികളെ സൗഖ്യമാക്കി, ഭൂതങ്ങളെ പുറത്താക്കി, കാറ്റേ അടങ്ങൂ കടലേ ശാന്തമാകൂ എന്ന് പറഞ്ഞപ്പോൾ കാറ്റടങ്ങി കടൽ ശാന്തമായി. മരിച്ച് 4 ദിവസമായ ഡെഡ് ബോഡി ലാസറെ പുറത്തു വരികയെന്ന് പറഞ്ഞപ്പോൾ മരിച്ച് 4 ദിവസമായ ലാസർ ജീവനോടെ പുറത്തു വന്നു. മരിച്ചവരെ യേശുക്രിസ്തു ഉയർത്തെഴുന്നേൽപ്പിച്ചു. ഒരു മനുഷ്യനായിരിക്കുമ്പോൾ പൂർണ്ണമായും പിതാവായ ദൈവത്തെ അനുസരിച്ചും ഒന്നും സ്വന്തം ഇഷ്ടത്താൽ ചെയ്തില്ല. സകല മനുഷ്യർക്കും മാതൃകയാകേണ്ടതിനും മുസ്ലിം സഹോദരന്മാർ അവരുടെ വാദം ശരിയാണെന്ന് കാണിക്കുവാൻ ബൈബിളിലെ ഏതെങ്കിലും ഒരു ഭാഗം അടർത്തിയെടുക്കും. ആ വചനത്തിന്റെ മുൻപിലും പിമ്പിലുള്ള വചനങ്ങൾ എടുക്കുകയില്ല. ഒരു കാര്യം നാം മനസ്സിലാക്കണം, ബൈബിളിലെ ഓരോ വചനങ്ങളും ആ മുഴുവൻ പാസേജുമായി, സംഭവവുമായി, ഉപമയുമായി ബന്ധപ്പെട്ടതാണ്. അല്ലാതെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ഏതെങ്കിലും വചനം അടർത്തിയെടുത്താൽ അതിന്റെ അർത്ഥം തന്നെ മാറിപ്പോകും. അല്ല, നിങ്ങൾ ഈ പറയുന്ന ഭാഗം മാത്രമേ ഉള്ളൂ. ആർക്ക് വേണമെങ്കിലും താൻ ദൈവമാണെന്ന് പറയും. പക്ഷേ ദൈവമാകണമെങ്കിൽ ദൈവത്തിന്റെ സ്വഭാവ സവിശേഷതകൾ ഉണ്ടായിരിക്കണം. എന്തൊക്കെയാണ് ദൈവത്തിന്റെ സ്വഭാവ സവിശേഷതകൾ? ദൈവമാണെങ്കിൽ സർവശക്തനായിരിക്കണം, സർവ്വവ്യാപിയായിരിക്കണം, സർവജ്ഞാനിയായിരിക്കണം. ഒന്നാമതായി, ഒരാൾ ദൈവമാണെന്ന് പറയുകയാണെങ്കിൽ ആ വ്യക്തി സർവശക്തനായിരിക്കണം. മത്തായി 28:18 യേശു അടുത്തിയെന്നും സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും പ്രാപിച്ച ഒരേ ഒരുവനേ ഉള്ളൂ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. യേശുക്രിസ്തു സർവശക്തനാണ്. അന്ധന് കാഴ്ച കൊടുത്തു, ചെകിടന് കേൾവി കൊടുത്തു, ഊമന് സംസാരശേഷി കൊടുത്തു, കുഷ്ഠരോഗികളെ സൗഖ്യമാക്കി, ഭൂതങ്ങളെ പുറത്താക്കി, 5 5000 പേർക്ക് വാഴ്ത്തി വിളമ്പി. കർത്താവ് തന്റെ സർവശക്തിയാൽ കാറ്റേ അടങ്ങൂ എന്ന് പറഞ്ഞപ്പോൾ കാറ്റടങ്ങി, കടലേ ശാന്തമാകൂ എന്ന് പറഞ്ഞപ്പോൾ കടൽ ശാന്തമായി. മരിച്ചവരെ ഉയർപ്പിച്ചു. യോഹന്നാൻ 1:3 സകലവും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. കൊലോഷ്യൻസ് 1:14 അവനിൽ നമുക്ക് പാപമോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവ്വസൃഷ്ടിക്കും ആദിജാതനുമാകുന്നു. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും, സിംഹാസനത്തിലാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരവും അവനായിട്ടും സകല സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവൻ സർവത്തിനും മീതെയുള്ളവൻ, അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു. വെളിപ്പാട് പുസ്തകം 1:4 ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായവങ്കിൽ നിന്നും വിശ്വസ്ത സാക്ഷിയും മരിച്ചവരിൽ ആദ്യജാതനും ഭൂരാജക്കന്മാർക്ക് അധിപതിയുമായ യേശുക്രിസ്തുവിങ്കൽ നിന്ന് നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. യേശുക്രിസ്തു ഇരിക്കുന്നവനാണ്, ഇരുന്നവനാണ്, അവൻ വരുന്നവനാണ്. വെളിപ്പാട് 1:8 യേശു പറയുന്നു, ഞാൻ ആൽബിയും ഒമേഗയുമാകുന്നു എന്ന ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. യേശുക്രിസ്തു സർവശക്തനാണ്. ഒരു പ്രവാചകനോ മറ്റേതെങ്കിലും ശക്തനായ ദൂതനോ ഈ പ്രസ്താവന അവകാശപ്പെടുവാൻ കഴിയില്ല. ദൈവത്തിന് മാത്രം. യേശു സർവശക്തനാണ്. നമ്പർ 2, ജീസസ് ഈസ് ഒംനിപ്രസന്റ്, സർവ്വവ്യാപിയാണ്. മത്തായി 28:20 ഐ ആം വിത്ത് യു ഓൾവേസ് ഈവൻ ടു ദ എൻഡ് ഓഫ് ദ ഏജ്. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് എന്ന് അരുളി ചെയ്തു. ലോകാവസാനത്തോളം എല്ലാ നാളും കൂടെ ഇരിക്കുവാൻ ഒരു മനുഷ്യനോ ഒരു പ്രവാചകനോ ഒരിക്കലും കഴിയുകയില്ല. സർവ്വവ്യാപിയായ ദൈവത്തിന് മാത്രം. യേശു സർവ്വവ്യാപിയാണ്. യോഹന്നാൻ 20:26 8 ദിവസം കഴിഞ്ഞിട്ട് ശിഷ്യന്മാർ പിന്നെയും അകത്തു കൂടിയിരിക്കുമ്പോൾ തോമസും ഉണ്ടായിരുന്നു. വാതിലടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. 20:26 മഗ്ദലക്കാരത്തിക്ക് മറിയത്തിന് പ്രത്യക്ഷപ്പെട്ടു. അനേകം ആളുകൾക്ക് യേശു ക്രിസ്തു ഒരേ സമയത്ത് പല ആളുകൾക്ക് പ്രത്യക്ഷപ്പെട്ടതായിട്ട് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. യേശു സർവ്വവ്യാപിയാണ്. ഒരേ സമയത്ത് പലർക്കും യേശു പ്രത്യക്ഷപ്പെട്ടു. ഒരു പ്രവാചകനോ ശക്തനായ ദൂതനോ അത് ചെയ്യുവാൻ കഴിയുകയില്ല. എബ്രായ ലേഖനം 13:8 വായിക്കുന്നു, ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ സെയിം യെസ്റ്റർഡേ ആൻഡ് ടുഡേ ആൻഡ് ഫോർ എവർ. അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്. ആർക്ക് ഇത് പറയുവാൻ കഴിയും? എന്നേക്കും അനന്യനായിരിക്കുന്നവൻ സർവ്വവ്യാപിയായ യേശു ക്രിസ്തുവാണ്. ജീസസ് ഈസ് ഒംനീഷ്യൻ, സർവജ്ഞാനിയാണ്. യോഹന്നാൻ 4:17 എനിക്ക് ഭർത്താവ് ഇല്ല എന്ന് നീ പറഞ്ഞത് ശരി. 5 ഭർത്താക്കന്മാർ നിനക്കുണ്ടായിരുന്നു, ഇപ്പോഴുള്ളവനോ ഭർത്താവല്ല. നീ പറഞ്ഞത് സത്യം തന്നെ എന്ന് യേശു പറഞ്ഞു. നോക്കണം, ഒന്നും യേശു ക്രിസ്തുവിന് മറവായിരിക്കുന്നില്ല. ആ ശമരിയക്കാരി സ്ത്രീയുടെ ഹൃദയത്തിലുള്ളത് മുഴുവനും യേശു അതുപോലെ പറയുകയാണ്. മത്തായി 9:4 യേശുവോ അവരുടെ നിരൂപണം ഗ്രഹിച്ചു. യേശു സർവജ്ഞാനിയാണ്. ജോൺ 1:48 നഥനയേൽ അവനോട് എന്നെ എവിടെ വെച്ച് അറിയുമെന്ന് ചോദിച്ചതിന് ഫിലിപ്പോസ് നിന്നെ വിളിക്കും മുമ്പേ നീ അത്തിയുടെ കീഴിൽ ഇരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു എന്ന് യേശു ഉത്തരം പറഞ്ഞു. യേശു സകലവും അറിയുന്നവനാണ്. യോഹന്നാൻ 13:11 തന്നെ കാണിച്ചു കൊടുക്കുന്നവനെ യേശു മുൻകൂട്ടി അറിഞ്ഞിരുന്നു. യോഹന്നാൻ 16:30 നീ സകലവും അറിയുന്നുവെന്നും ആരും നിന്നോട് ചോദിപ്പാൻ നിനക്ക് ആവശ്യമില്ല എന്ന് ഞങ്ങൾ ഇപ്പോൾ അറിയുന്നു. യേശു സകലവും അറിയുന്നവനാണ്. മത്തായി 12:25 അവൻ അവരുടെ നിരൂപണം അറിഞ്ഞു. അവരോട് പറഞ്ഞു, മനുഷ്യന്റെ ഹൃദയത്തിലെ നിരൂപണങ്ങൾ അറിയുന്നവനാണ് യേശു. ലൂക്കോസ് 6:8 അവരുടെ വിചാരം അറിഞ്ഞിട്ട് മനുഷ്യന്റെ ഹൃദയത്തിലെ വിചാരങ്ങൾ അറിയുന്നവനാണ് യേശു. റെവലേഷൻ
റവലേഷൻ 2:23 ഞാൻ ഉൾപ്പുകളെയും ഹൃദയങ്ങളെയും ആരായുന്നവനാണ്. മർക്കോസ് 2:8 അവൻ ഉള്ളിൽ ചിന്തിക്കുന്നത് യേശു ഉടനെ മനസ്സിൽ ഗ്രഹിച്ചു. യോഹന്നാൻ 6:66 വിശ്വസിക്കാത്തവർ ഇന്നവർ എന്നും തന്നെ കാണിച്ചു കൊടുക്കുന്നവൻ ഇന്നവനെന്നും യേശു ആദ്യം മുതൽ അറിഞ്ഞിരുന്നു. ജീസസ് നോസ് എവറിത്തിങ്. മരണം മുൻകൂട്ടി പ്രവചിച്ചു. മത്തായി 20:18 യേശു പറയുകയാണ്, നാം യെരൂശലേമിലേക്ക് പോകുന്നുവല്ലോ, അവിടെ മനുഷ്യപുത്രൻ മഹാപുരോഹിതന്മാർക്കും ശാസ്ത്രിമാർക്കും ഏൽപ്പിക്കപ്പെടും. അവർ അവന് മരണശിക്ഷ ഏൽപ്പിച്ച് പരിഹസിപ്പാനും തല്ലുവാനും ക്രൂശിപ്പാനും അവനെ ജാതികൾക്ക് ഏൽപ്പിക്കും. എന്നാൽ 3-ാം നാൾ അവൻ ഉയർത്തെഴുന്നേൽക്കും. നമുക്കറിയാം പ്രശസ്തരായ അനേകരും മനുഷ്യ ദൈവങ്ങൾ, സായിബാബ, ഭഗവാൻ രജനീഷ്, പ്രോഫറ്റ് മുഹമ്മദ്, അവരാരും തങ്ങളുടെ മരണം മുൻകൂട്ടി അറിഞ്ഞിരുന്നില്ല. എല്ലാവരും മരിച്ചു. പക്ഷേ ഉയർത്തെഴുന്നേറ്റവൻ ഒരുവൻ മാത്രം, യേശു ക്രിസ്തു മാത്രം. സായിബാബ ഇന്ത്യയിലെ അറിയപ്പെടുന്ന ഒരു മനുഷ്യ ദൈവമായിരുന്നു. സായിബാബ 2022 മരിക്കുമെന്ന് അദ്ദേഹം പ്രവചിച്ചു. എന്നാൽ 2011 അദ്ദേഹം മരിച്ചു. തനിക്ക് പനി ബാധിച്ചു. താൻ മരിക്കുകയില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചു. പക്ഷെ പിന്നീട് രോഗം മൂർച്ഛിച്ചു. തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ്ട എന്ന് ശഠിച്ചു. പക്ഷെ തീരെ അവശനായപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി. ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ നിന്നും അതിവിദഗ്ധന്മാരായ ഡോക്ടേഴ്സിനെ വരുത്തി. പിന്നീട് വെന്റിലേറ്ററിലേക്ക് മാറ്റി. അവസാനം ആഗ്രഹം പൂർത്തിയാകാതെയും പ്രവചനം നിറവേറാതെയും മരണത്തിന് കീഴടങ്ങി. ഇന്നും കോടിക്കണക്കിന് ഭക്തന്മാർ അദ്ദേഹത്തിനുണ്ട്. ഇന്ത്യയിലും വിദേശത്തുമൊക്കെയായി അറിയപ്പെടുന്ന മറ്റൊരു മനുഷ്യ ദൈവമായിരുന്നു ഭഗവാൻ രജനീഷ്. ഓഷോ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന അദ്ദേഹവും ദുരൂഹ സാഹചര്യത്തിൽ മരിക്കുവാനിടയായി തീർന്നു. നമുക്കറിയാം ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഇസ്ലാം മതത്തിന്റെ സ്ഥാപകനായ മുഹമ്മദ് നബി അവസാന നിമിഷം വരെ മുഹമ്മദ് നബി തന്റെ മരണത്തെക്കുറിച്ച് അറിഞ്ഞിരുന്നില്ല. താൻ രോഗശാന്തിക്കായി കാത്തിരുന്നു. ജബ്രീൽ പ്രാർത്ഥിച്ചു, എല്ലാവരും പ്രാർത്ഥിച്ചു. ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല മരുന്നുകൾ കൊണ്ടുവന്നു. പക്ഷെ ഒന്നിനും തന്നെ രക്ഷിക്കുവാൻ കഴിഞ്ഞില്ല. തന്റെ പിൻഗാമിയെ നിയമിക്കുവാൻ പോലും അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അദ്ദേഹത്തിന്റെ മരണശേഷം പിൻഗാമിക്കും അടുത്ത ഖലീഫ സ്ഥാനത്തിനും വേണ്ടിയുള്ള പോരാട്ടം ആരംഭിച്ചു. ആയിഷയുടെ പിതാവ് അബൂബക്കറും കൂട്ടാളികളും മുഹമ്മദിന്റെയും കസിനും മരുമകനുമായ അലിയെ തന്റെ വീട്ടിൽ ബന്ധിച്ചു. അലിയായിരുന്നു അടുത്ത ഖലീഫയായിരിക്കുമെന്ന് കരുതിയിരുന്ന വ്യക്തി. അലിയുടെ ഭാര്യ ഫാത്തിമയെ, മുഹമ്മദിന്റെ അവശേഷിക്കുന്ന ഏക മകളെയും പൂർണ്ണ ഗർഭിണിയായ ഫാത്തിമയെയും അബൂബക്കറിന്റെ ആളുകൾ നിലത്തേക്ക് വലിച്ചെറിഞ്ഞു. ആ വീഴ്ചയിൽ അവളും ഗർഭസ്ഥ ശിശുവും മരിച്ചു. അലി രാത്രിയിൽ ആരും അറിയാതെ അവളെ മദീനയിൽ അടക്കി. അബൂബക്കറിന്റെയും കൂട്ടാളികളുടെയും തീരുമാനത്തോട് യോജിക്കാത്തതാണ് ഫാത്തിമയെ കൊലപ്പെടുത്തുവാൻ കാരണം. ആദ്യത്തെ ഖലീഫ അബൂബക്കർ AD 634 കൊല്ലപ്പെട്ടു. രണ്ടാമത്തെ ഖലീഫയായ ഉമറും 644 മറ്റ് മുസ്ലിമായ അബൂ ലുലുവ ഫിറൂസ് കൊലപ്പെടുത്തി. മൂന്നാമത്തെ ഖലീഫയായ ഉസ്മാൻ 656 മറ്റൊരു മുസ്ലിം കൊലപ്പെടുത്തി. നാലാമത്തെ ഖലീഫയായ അലി മുഹമ്മദ് നബിയുടെ മരുമകനും കസിനുമായ അലിയെ മസ്ജിദിൽ പ്രാർത്ഥിക്കുന്നതിനിടെ മറ്റു മുസ്ലിങ്ങൾ പിറകിൽ നിന്ന് വെട്ടി കൊലപ്പെടുത്തി. മുഹമ്മദ് നബിയുടെ ഒരേ ഒരു മകൾ, അവളുടെ 2 ആൺമക്കൾ ഹസനും ഹുസൈനും, മുഹമ്മദിന്റെ പേരക്കിടങ്ങൾ, അവരെ മുസ്ലിങ്ങൾ തന്നെ അധികാരത്തിന് വേണ്ടി അതിദാരുണമായി കൊന്നുകളഞ്ഞു. പേപ്പട്ടി അടിച്ചു കൊല്ലുന്നത് പോലെ ഹുസൈനെ കർബലയിൽ വെച്ച് അടിച്ചു കൊന്നു. പിടഞ്ഞു മരിക്കുമ്പോൾ ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി കേണിട്ട് പോലും കൊടുത്തില്ല. അതിന്റെ ദുഃഖ ഓർമ്മയ്ക്ക് മുഹറം 10 ഷിയ മുസ്ലിങ്ങൾ തങ്ങളുടെ ശരീരത്തിൽ സ്വയം ചാട്ടവാറ് കൊണ്ടടിച്ച് ചോരയൊഴുക്കി മുഹമ്മദ് നബിയുടെ പേരക്കിടാവിന്റെ മരണത്തിന്റെ ഓർമ്മയിൽ പങ്കുചേരുന്നത്. ഇതാണ് ഇസ്ലാം എന്ന മതത്തിന്റെ തുടക്കം. ഇതൊക്കെ മൂടി വെച്ചിട്ടാണ് ഞങ്ങൾ സമാധാനത്തിന്റെ വ്യക്താക്കളാണെന്ന് പറഞ്ഞ് ഘോരം ഘോരം ഘോഷിക്കുന്നത്. നേരെ മറിച്ച് യേശു സ്വർഗത്തിലേക്ക് ഉയർത്തെഴുന്നേറ്റ് പോകുന്നതിന് മുമ്പും പത്രോസിനെ തന്റെ പ്രധാന ശിഷ്യനായി നിയമിച്ചു. മോശയുടെ മരണത്തിന് മുമ്പ് മോശ തന്റെ പിൻഗാമിയായി യോശുവയെ നിയമിച്ചു. ബൈബിളിലെ മഹാനായ പ്രവാചകൻ ഏലിയാവ് പോകുന്നതിന് മുമ്പും ഏലിശയെ തന്റെ പിൻഗാമിയായി നിയമിച്ചു. വിശുദ്ധ പൗലോസും തന്റെ രക്തസാക്ഷിത്വത്തിന് മുമ്പ് അദ്ദേഹം സഭയെ നയിക്കുവാൻ ഷീലാസിനെയും തിമോത്തിയെയും നിയമിച്ചു. ബൈബിളിലെ എല്ലാ പ്രവാചകന്മാരും അവർ മരിക്കുന്നതിന് മുമ്പ് അവരുടെ മരണത്തെക്കുറിച്ച് നല്ല അറിവുണ്ടായിരുന്നുവെന്ന് ബൈബിൾ വ്യക്തമാക്കുന്നു. ഒരു വിശുദ്ധർക്കും അപ്രതീക്ഷിതമായ മരണമുണ്ടായിട്ടില്ല. യോഹന്നാൻ 10:33 യഹൂദന്മാർ അവനോടും നല്ല പ്രവൃത്തി നിമിത്തമല്ല ദൈവദൂഷണ നിമിത്തവും നീ മനുഷ്യനായിരിക്കെ നിന്നെ തന്നെ ദൈവമാക്കിയത് കൊണ്ടും അത്രയും ഞങ്ങൾ നിന്നെ കല്ലെറിയുന്നത് എന്ന് ഉത്തരം പറഞ്ഞു. യോഹന്നാൻ 8:58 യേശു അവരോടും ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, അബ്രഹാം ജനിച്ചതിന് മുമ്പേ ഞാനുണ്ട് എന്ന് പറഞ്ഞു. ബിഫോർ അബ്രഹാം വാസ് ഐ ആം. ജീസസ് സെഡ്, റെവലേഷൻ 1:8 ഐ ആം ആൽഫ ആൻഡ് ഒമേഗ, ദ ബിഗിനിങ് ആൻഡ് ദി എൻഡ്, ദ ഫസ്റ്റ് ആൻഡ് ദ ലാസ്റ്റ്. ഞാൻ ആൽബയും ഒമേഗയും ആകുന്നു എന്നും ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. റെവലേഷൻ 1:17 യേശു പറയുകയാണ്, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനുമാകുന്നു. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിക്കുന്നു. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. ഐ ആം ദ ഫസ്റ്റ് ആൻഡ് ദ ലാസ്റ്റ്, ഐ ആം ദ ലിവിംഗ് വൺ. ഐ വാസ് ഡെഡ് ആൻഡ് നൗ ലുക്ക് ഐ ആം അലൈവ് ഫോർ എവർ ആൻഡ് എവർ, ആൻഡ് ഐ ഹോൾഡ് ദ കീസ് ഓഫ് ഡെത്ത് ആൻഡ് ഹേഡ്സ്. അക്സെപ്റ്റിംഗ് വർഷിപ്പ്, ഡു നോട്ട് വർഷിപ്പ് എനി അതർ ഗോഡ്സ് ബിസൈഡ് മീ. ഇത് കർത്താവിന്റെ മാറ്റമില്ലാത്ത കൽപ്പനയാണ്. യഹോവയെ ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത്. യോഹന്നാൻ 20:24 മൈ ലോർഡ് ആൻഡ് മൈ ഗോഡ്, തോമസ് വർഷിപ്പ് ജീസസ് as God. തോമസ് യേശുവിനോട് എന്റെ കർത്താവും എന്റെ ദൈവവുമായുള്ളവേ എന്ന്
ഉത്തരം പറഞ്ഞു. മത്തായി 14:33 പടകിലുള്ളവർ നീ ദൈവപുത്രൻ സത്യമെന്ന് പറഞ്ഞ് അവനെ ആരാധിച്ചു. Those who were in the boat came and worshipped him. യോഹന്നാൻ 9:38 ഉടനെ അവൻ കർത്താവേ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് യേശുവിനെ ആരാധിച്ചു. Then the man said, Lord, I believed, and he worshipped him. മത്തായി 2:11 ആ വീട്ടിൽ ചെന്നും ശിശുവിനെ അമ്മയായ മറിയയോടുകൂടെ കണ്ടു, വീണ് അവനെ ആരാധിച്ചു. They saw the child with his mother Mary and they bowed down and worshipped him. നോക്കണം, യേശു ശിശുവായിരുന്നാലും യേശു ദൈവമാണ്. അവർ വീണ് അവനെ നമസ്കരിച്ചു. യേശു ക്രിസ്തു ആരാധനയ്ക്ക് യോഗ്യനാണ്. റെവലേഷൻ 4:10-24 മൂപ്പന്മാരും സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ മുമ്പിൽ വീണു എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ നമസ്കരിച്ചു. The 24 elders fall down before him who sits on the throne and worshipped him who lives forever and ever. റെവലേഷൻ 5:13 അവർ അത്യുച്ചത്തിൽ അറുക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിപ്പാൻ യോഗ്യനെന്ന് പറഞ്ഞു. Worthy is the Lamb who was slain. To him the Lamb be praise and honor and glory and power, and to the Lamb who was slain forever and ever. മത്തായി 28:9 ശിഷ്യന്മാർ യേശുവിന്റെ കാൽ തൊട്ട് ആരാധിച്ചു. Disciples came to Jesus, clasped his feet and worshipped him. മത്തായി 28:14 അവനെ കണ്ടപ്പോൾ അവർ ആരാധിച്ചു. When they saw him they worshipped him. ലൂക്കോസ് 24 അവർ അവനെ ആരാധിച്ചു. മഹാസന്തോഷത്തോടെ യെരൂശലേമിലേക്ക് മടങ്ങിച്ചെന്നും. നെക്സ്റ്റ് forgiving sin പാപങ്ങളെ മോചിപ്പിക്കുന്നു. മർക്കോസ് 2:5 യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട് പക്ഷപാതക്കാരനോട് മകനെ നിന്റെ പാപങ്ങൾ മോചിപ്പിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അവിടെ ചില ശാസ്ത്രിമാരിരുന്നു, ഇവൻ ഇങ്ങനെ ദൈവദൂഷണം പറയുന്നത് ദൈവം ഒരുവനല്ലാതെ പാപങ്ങളെ മോചിപ്പിക്കാൻ കഴിയുന്നവൻ ആർ എന്ന് ഹൃദയത്തിൽ ചിന്തിച്ചു കൊണ്ടിരുന്നു. Teachers of the Lord said he is blaspheming. Who can forgive sins but God alone? ദൈവത്തിന് മാത്രമേ പാപങ്ങളെ മോചിപ്പിക്കാനുള്ള അധികാരമുണ്ട്. പക്ഷെ യേശു ക്രിസ്തു അനേകരുടെ പാപങ്ങളെ മോചിപ്പിച്ചു. ഗിവിംഗ് എറ്റേണൽ ലൈഫ് നിത്യജീവൻ നൽകുന്നു. യോഹന്നാൻ 10:28 യേശു പറയുകയാണ്, ഞാൻ അവർക്ക് നിത്യജീവനെ കൊടുക്കുന്നു. അവ ഒരു നാളും നശിച്ചു പോകുകയില്ല, ആരും അവ എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയുമില്ല. യോഹന്നാൻ 3:15 അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ. യോഹന്നാൻ 3:15 അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കും. യോഹന്നാൻ 3:36 പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, അവനെ അനുസരിക്കാത്തവനോ ജീവനെ കാണുകയില്ല, ദൈവക്രോധം അവന്റെ മേൽ വസിക്കുന്നതേയുള്ളൂ. യേശു ക്രിസ്തു നിത്യജീവനെ നൽകുന്നു. അടുത്തതായി ക്ലെയിമിംഗ് വൺനെസ് വിത്ത് ഗോഡ്, ദൈവത്തിന്റെ തുല്യ സ്ഥാനം. യോഹന്നാൻ 1:18 ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, പിതാവിന്റെ മടിയിൽ ഇരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. യോഹന്നാൻ 5:18 ദൈവം സ്വന്തം പിതാവ് എന്ന് പറഞ്ഞ് തന്നെത്താൻ ദൈവത്തോട് സമനാക്കിയത് കൊണ്ട് യഹൂദന്മാർ അവനെ കൊല്ലുവാൻ അധികമായി ശ്രമിച്ചു പോന്നു. മേക്കിംഗ് ഹിംസെൽഫ് ഈക്വൽ വിത്ത് ഗോഡ്, അക്സെപ്റ്റിംഗ് പ്രേയർ, പ്രാർത്ഥന സ്വീകരിക്കുന്നവനാണ് യേശു ക്രിസ്തു. യോഹന്നാൻ 14:13 നിങ്ങൾ എന്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരും, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. യേശു ക്രിസ്തു പറയുകയാണ്, ഞാൻ ദൈവത്തിന്റെ പുത്രനാണെന്നും. ഈ ശീർഷകത്തിലെ ദൈവപുത്രൻ എന്നുള്ള പദം യേശു ദൈവത്തിന്റെ ബയോളജിക്കൽ സൺ എന്നല്ല, മൂലഭാഷകളിലെ ദൈവപുത്രൻ എന്ന പദം സാദൃശ്യത്തെ അല്ലെങ്കിൽ അതേ ക്രമത്തിൽ ഉള്ളതിനെയാണ് സൂചിപ്പിക്കുന്നത്. ദൈവത്തിന്റെ അതേ സത്ത തനിക്കുണ്ടെന്നാണ് യേശു പറഞ്ഞത്. ഈ 21-ാം നൂറ്റാണ്ടിൽ ദൈവത്തിന്റെ പുത്രൻ എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ അതേ DNA അതാണ് യേശു ഉദ്ദേശിച്ചത്. പലരും ചോദിക്കുന്നുണ്ട്, ദൈവത്തിന്റെ ഭാര്യ ആരായിരുന്നു, ദൈവത്തിന് എങ്ങനെ മകൻ പിറക്കും? ഇതൊക്കെ മാനുഷികമായിട്ട് മനസ്സിലാക്കുവാൻ പ്രയാസമാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് മാത്രമേ ഇത് തെളിയിച്ചു തരുവാൻ കഴിയുകയുള്ളൂ. മനുഷ്യന്റെ ഹൃദയദൃഷ്ടി തുറന്നെങ്കിൽ മാത്രമേ യേശു ക്രിസ്തു യഥാർത്ഥത്തിൽ ആരാണെന്ന് മനസ്സിലാക്കുവാൻ കഴിയത്തുള്ളൂ. അടഞ്ഞിരിക്കുന്ന മനുഷ്യരുടെ ഹൃദയങ്ങൾ തുറക്കപ്പെടണം. പിശാച് സാത്താൻ കുരുടാക്കി വെച്ചിരിക്കുന്ന മനുഷ്യരുടെ ഹൃദയങ്ങൾ തുറക്കപ്പെട്ടുവെങ്കിൽ മാത്രമേ യേശു ക്രിസ്തു യഥാർത്ഥത്തിൽ ആരാണെന്ന് ഗ്രഹിക്കുവാൻ കഴിയത്തുള്ളൂ. അല്ലാത്തത് കൊണ്ടാണ് യേശു വെറും ഒരു മെസഞ്ചർ ആണെന്നോ യേശു വെറും ഒരു പ്രവാചകനാണെന്നോ പറഞ്ഞും അവസാനിക്കുന്നതും. ഒരു മനുഷ്യന്റെ മകൻ മനുഷ്യനാണ്, ദൈവത്തിന്റെ മകൻ ദൈവമാണ്. അതേ ദൈവിക സത്ത. അതാണ് യേശു പറഞ്ഞത്, എന്റെ പിതാവും നിങ്ങളുടെ പിതാവുമെന്നും. അതായത് നിങ്ങൾക്ക് ദൈവം പിതാവായിരിക്കുന്നത് പോലെയല്ല ദൈവം എന്റെ പിതാവായിരിക്കുന്നതും. മത്തായി 1:23 കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മളോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. എബ്രായർ 1:8 ഫാദർ സേസ് അബൌട്ട് ജീസസ്, യു ത്രോൺ ഓ ഗോഡ്. യെശയ്യാവ് 9:6 ജീസസ് ഈസ് മൈറ്റി ഗോഡ്. ജീസസ് said, I am the son of God. John 10:36 son of shark is a shark, son of lion is a lion, son of man is man, son of God is God. 1 John 5:20 ദൈവപുത്രൻ വന്നു എന്നും സത്യദൈവത്തെ അറിയുവാൻ നമുക്ക് വിവേകം തന്നു എന്നും നാം അറിയുന്നു. നാം സത്യദൈവത്തിന്റെ അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിൽ തന്നെയാകുന്നു. അവൻ സത്യദൈവവും നിത്യജീവനുമാകുന്നു. യേശു ക്രിസ്തു സത്യദൈവവും നിത്യജീവനുമാകുന്നു. ആരൊക്കെ അല്ല 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 എന്ന് പറഞ്ഞാലും, ലോകത്തിൽ എത്ര ആയിരം കോടി ജനങ്ങൾ ഒന്നിച്ചു നിന്ന് അല്ല എന്ന് പറഞ്ഞാലും അല്ലാതാകുന്നില്ല. സത്യം സത്യമായി തന്നെ
തന്നെ നിൽക്കും. ആടിനെ ഒരുപക്ഷെ നിങ്ങൾക്ക് പട്ടിയാക്കുവാൻ കഴിഞ്ഞേക്കും, പക്ഷെ എല്ലാ കാലത്തെ അസത്യം അങ്ങനെ തന്നെ നിലനിൽക്കത്തില്ല. ഇവിടെ വ്യക്തമാക്കുന്നു, യേശു ക്രിസ്തു സത്യദൈവവും നിത്യജീവനുമാകുന്നു. ഇത് ദൈവത്തിന്റെ വചനമായ ബൈബിളിലെ വചനമാണ്. യേശു ക്രിസ്തു ദൈവമാണെന്ന് ബൈബിളിൽ എവിടെയെങ്കിലും രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ച് ജനങ്ങളെ വഞ്ചിക്കുന്ന, ചതിക്കുന്ന പിശാചിന്റെ ഏജന്റുമാരെ ഒരർത്ഥത്തിൽ ജനങ്ങളെ ഇവർ വഞ്ചിക്കുകയാണ്. സത്യത്തിന്റെ വിരോധികളാണിവർ, സാത്താന്റെ ഏജന്റുമാരാണിവർ. എന്നാൽ സത്യം സത്യമായി തന്നെ ഇരിക്കും. ചന്ദ്രനെ നോക്കി എത്രത്തോളം നായി കുരച്ചുകൊണ്ടിരുന്നാലും നായുടെ നാവ് കഴിക്കുന്നതല്ലാതെ, വായിൽ നിന്നും തുപ്പലും പതയും വരുന്നതല്ലാതെ ചന്ദ്രന് യാതൊരു മാറ്റവുമില്ലാതെ തിളക്കത്തോടുകൂടെ നിൽക്കുന്നത് പോലും അജയ്യമായി ദൈവത്തിന്റെ സത്യം അങ്ങനെ തന്നെ നിലനിൽക്കും. ഒരു ദിവസം വരാൻ വേണ്ടി പോവുകയാണ്. എല്ലാവരുടെയും മുട്ടുമടങ്ങും, സകല ഭൂലോകരുടെയും മുട്ടുമടങ്ങും, സകല മതസ്ഥരുടെയും മുട്ടുമടങ്ങും, സകല ഉന്നതരുടെയും മുട്ടുമടങ്ങും. എല്ലാ നാവും പറയും, യേശുവേ നീ മാത്രം ദൈവമെന്നും. അന്ന് മാത്രമേ അവർക്ക് മനസ്സിലാകുവാൻ കഴിയത്തുള്ളൂ തങ്ങൾ വഞ്ചിക്കപ്പെട്ടു, തങ്ങൾ ചതിക്കപ്പെട്ടുവെന്നും. പക്ഷെ അപ്പോഴത്തേക്കും സമയം കഴിഞ്ഞിരിക്കും. ഫിലിപ്പിയൻസ് 2:6 വായിക്കുന്നു, അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു മനുഷ്യ സദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ചു വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം തന്നെ ദൈവത്തിന് സമനായിരുന്നു. ജീസസ് ഈസ് ഈക്വൽ വിത്ത് ഗോഡ്. ഹി ഈസ് നോട്ട് എ ക്രിയേഷൻ ബട്ട് ദ ക്രിയേറ്റർ. ജോൺ 10:30 ജീസസ് said, I and my father are one, equal with God. ഞാനും പിതാവും ഒന്നാകുന്നു. ജോൺ 8:51. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം പ്രമാണിക്കുന്നവൻ ഒരു നാളും മരണം കാണുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. ജോൺ 8:24. ആകയാൽ നിങ്ങളുടെ പാപങ്ങളിൽ നിങ്ങൾ മരിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഞാൻ എങ്ങനെയുള്ളവനെന്ന് വിശ്വസിക്കാഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കുമെന്ന് പറഞ്ഞു. ജോൺ 11:25. I am the resurrection and the life. He who believes in me will live even though he dies. യേശു പറയുകയാണ്, ഞാൻ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കില്ല. യോഹന്നാൻ 3:36. And everyone who believe in God's son has eternal life. പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. പുത്രനെ അനുസരിക്കാത്തവനോ ജീവനെ കാണുകയില്ല, ദൈവക്രോധം അവന്റെ മേൽ വസിക്കുന്നതേയുള്ളൂ. യോഹന്നാൻ 5:21. യേശു ക്രിസ്തു മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. ജീസസ് റൈസ്ഡ് the dead as he wishes, same as Father. John 14:9. Anyone who has seen me has seen the Father. John 10:30. Jesus said, I and my Father are one. ഞാനും പിതാവും ഒന്നാകുന്നു. John 8:24. Jesus said, I am from above. If anyone not believe in him shall die in your sin. John 8:58. Jesus said, before Abraham was, I am. John 8:12. Jesus said, I am the light of the world. John 14:6. Jesus said, I am the way, the truth and the life. John 14:6. Jesus said, I am the only way to Father in heaven. John 10:11. Jesus said, I am the good shepherd. John 10:9. Jesus said, I am the door. John 6:15. Jesus said, I am the living bread. John 51. Jesus said, I am the true wine. Revelation 1:7. Jesus said, I am the Alpha and the Omega, the beginning and the end, the first and the last. Hebrew 13:8. Jesus said, I am the same yesterday, today and forever. Who can forgive the sins of the people? Only God alone. If Jesus forgive the sins of man, who is he? Worship is only for God Almighty. If Jesus accepted worship, who is he? Who can give eternal life? Only God alone. If Jesus offering eternal life, who is he? If anyone claims that I am Alpha and Omega, the beginning and then the first and the last, then who is he? Christ will judge the living and the dead. 2 Timothy 4:1. I give you a commandment in sight of God. Christ Jesus will judge the living and the dead. മരിച്ചവരെയും ജീവിച്ചിരിക്കുന്നവരെയും ന്യായം വിധിക്കുന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു. Jesus was doing the work that God alone can do, forgiving sin, raising people from dead, casting out demon, accepting worship, giving eternal life. Whatever God Almighty did in the Old Testament, the same thing Jesus was doing in the New Testament. If someone says that I am the same yesterday, today and forever. If someone says, if you obey my words, you shall never see death. If someone says, I am the one who is, who always was and who is to. Who is he? The Almighty One. കള്ളപ്രചാരകന്മാരോട് പറയുവാൻ ഒന്നേ ഉള്ളൂ, നിങ്ങൾ സത്യത്തെ എത്രത്തോളം വ്യാജമാക്കി മാറ്റും. പ്രിയപ്പെട്ടവരെയും, യേശു ക്രിസ്തു ദൈവമാണ്. യേശു ക്രിസ്തു സർവജ്ഞാനിയാണ്, സർവവ്യാപിയാണ്, സർവശക്തനാണ്. വളരെ വ്യക്തമായി ബൈബിളിലെ ഉദ്ധരണികൾ, വചനങ്ങൾ ചുമന്ന അക്ഷരത്തിൽ
എഴുതിയ വചനങ്ങൾ തന്നെ. യേശു ക്രിസ്തു തന്നെ തിരുവായി മൊഴിഞ്ഞ് പറഞ്ഞ വചനങ്ങൾ. അതെ, ഞാൻ കർത്താവാണ്. ഇനി എന്ത് തെളിവുകൾ നമുക്ക് വേണം? യേശു ക്രിസ്തു ദൈവമാണെന്ന് ബൈബിൾ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? പല ക്രിസ്ത്യാനികളും കൺഫ്യൂഷനിലാണ്. പലരും വഞ്ചിക്കപ്പെട്ടു കഴിഞ്ഞു. ഇവർ പറയുന്നതെല്ലാം സത്യമാണെന്ന് വിചാരിച്ച്, ബൈബിൾ തെറ്റാണ് എന്ന് തെറ്റിദ്ധരിച്ച്, സാത്താന്റെ വഞ്ചനയിൽ കുടുങ്ങി ചതിയിൽ അകപ്പെട്ട് അനേക സത്യത്തെ ത്യജിച്ചു പോകുവാനിടയായി തീർന്നു. അങ്ങനെ ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് മടങ്ങി വരുവാനുള്ള അവസരം വിശ്വസിക്കുന്ന നമുക്കെല്ലാവർക്കും ദൈവത്തിന്റെ ഈ വചനങ്ങൾ നമുക്ക് ഉറപ്പും ധൈര്യവും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഗോഡ് ബ്ലെസ് യു.